അന്ത്യത്തിരിക്ക് വഴിയില്ലാത്ത വിധത്തിൽ മാറ്റി. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മനസ്സുള്ളത് കൊണ്ടാണ് ചെയ്ത്. ആ ക്ഷേത്രങ്ങൾ എങ്ങനെ നടന്നു പോകുമെന്ന് ചിന്തിച്ചില്ല. വലത്ത് വെക്കാനുള്ള സ്ഥലം പോലും വെക്കാതെ പല ക്ഷേത്രങ്ങളും ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഭൂമി അത്രയും നഷ്ടപ്പെട്ടു. ആലപ്പുഴ ജില്ലയിൽ ഞാനൊരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ നടത്തി കാണിച്ച് പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ. അപ്പോൾ അമ്പലത്തിന് കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് അവരുടെ പാണ്ഡികശാലമാരി എനിക്ക് തോന്നിയത് എന്നുകൊണ്ട് ഇത് പണ്ട് വലിയ പത്തായൊക്കെ ഉണ്ട്, അതിനകത്ത് വലിയ നിലവറ പത്തായുണ്ട്. എന്നിട്ട് ഇതിനകത്ത് മുഴുവൻ നെല്ലായിരുന്നു. 12,000 പറ പാട്ടം പിരിഞ്ഞിരുന്നു ഈ ക്ഷേത്രത്തിന്. പ്രസിഡന്റ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പ്രസിഡന്റ് ബലം വയ്ക്കുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറി പറയും 12,000 പറ പാട്ടം പറഞ്ഞിരുന്നു. അത് അന്ന്. അതിന് ശേഷം 12 ഉറുപ്പ്യക്ക് പച്ചരി വാങ്ങിയിട്ട് ഭഗവാന് നേദ്യം കൊടുക്കാൻ വഴിയില്ലാണ്ട് ഈ അമ്പലം അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞു. 12 ഉറുപ്പ്യയുടെ പച്ചരി വാങ്ങിയിട്ട് ഒന്ന് തിളപ്പിച്ചു കൊടുക്കണ്ടേ, അതിന് വഴിയില്ലാണ്ട് ക്ഷേത്രം അടച്ചിട്ടുണ്ട്. ഭൂപരിഷ്കരണം വരുത്തിയ വിനയായിരുന്നു അത്. അപ്പോൾ ആ നിയമം കൊണ്ടുവരാൻ ഇങ്ങനെ സാധിച്ചു. അവരാണിന്ന് വഖഫ് ഭേദഗതി റദ്ദ് ചെയ്യണമെന്ന് പറയണത്. കാണായ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിൻ്റെ ആക്കണം എന്ന് പറയുന്നവർ. ഭൂമി സമത്വത്തിൻ്റെ പേരിൽ, സോഷ്യലിസത്തിൻ്റെ പേരിൽ ഭൂമി ഇല്ലാത്തവന് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയും പിടിച്ചെടുക്കുകയും ചെയ്തവർ ഇന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി വഖഫിനാക്കി കൊടുക്കണം. അപ്പോൾ എവിടെ പോയി സോഷ്യലിസം? ഭൂമി അങ്ങോട്ട് കേന്ദ്രീകരിച്ചു കൊടുക്കണം എന്നാണ് പറയണത്. പഞ്ചായത്ത് തലം വരെ ഇങ്ങോട്ട് നമുക്ക് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളിലൂടെ ഭരണം സാധാരണക്കാരനിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ക്ഷേത്രഭരണം അങ്ങനെയല്ല, കേന്ദ്രീകരിച്ചു പോകണം. ക്ഷേത്രഭരണം നാഷണലൈസ് ചെയ്ത് പോകണം. ബാക്കിയെല്ലാം അടിത്തട്ട് വരെ, വാർഡ് വരെ സ്വന്തം ഭരണം. എവിടെ പാലം വേണം, എവിടെ റോഡ് വേണം, നാട്ടുകാർക്ക് തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ അമ്പലത്തിൽ എത്ര അരി അളക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് അധികാരമില്ല. അത് ദേവസ്വം ബോർഡ് ഒന്നിച്ച് തീരുമാനിക്കും. ദേവസ്വം ബോർഡ് തീരുമാനിക്കണമെങ്കിൽ പാർട്ടി തീരുമാനിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് തീരുമാനം കിട്ടും എത്ര അരി അളക്കണം എന്നുള്ളത്. ഈ ഗതികെട്ട അവസ്ഥ മാറണ്ടേ? മാറണമെങ്കിൽ നമ്മൾ മാത്രം ഇരുന്ന്, ഇതിപ്പോൾ നമ്മൾ അടച്ചിട്ട മുറിയിൽ നമ്മളിരുന്ന് ചിന്തിക്കണമല്ലേ, ഈ ചിന്ത ജനഹൃദയങ്ങളിലെത്തുകയും അവരതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും, എന്താണോ പരിഹാരം ആ പരിഹാരത്തിലേക്ക് അവരെത്തുകയും ചെയ്യാഞ്ഞാൽ ഇതെന്നും വനരോധനങ്ങളായി മാറും. നേരത്തെ പറഞ്ഞ പോലെ അങ്കോർ വർത്തിൻ്റെ വഴിയിലേക്കൊക്കെ ഏത് ക്ഷേത്രത്തെയും നമുക്ക് മാറ്റിക്കൊണ്ടു പോകാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ക്ഷേത്രം നരസിംഹ ക്ഷേത്രത്തിൻ്റെ കല്ല് കൊണ്ടുവന്ന് ഉണ്ണിയ സാഹിബിനൊരു പാഠം പഠിപ്പിച്ച നരസിംഹമൂർത്തിയെ പറ്റിയിട്ട്. തളർന്നും തകർന്നും കടന്നിരുന്ന അമ്പലങ്ങളിൽ നിന്നും ഒരാളും ഒരു അനക്കം ഉണ്ടാക്കിയില്ല. ഒരു നരസിംഹമൂർത്തി അനങ്ങിയില്ല, അല്ലെ ആരും അനങ്ങിയില്ല, ഒറ്റയാളും അനങ്ങിയില്ല. എൻ്റെ കാര്യം അതവിടെ കിടന്നോട്ടെ, ഏതെങ്കിലും തലമുറ ശരിയാക്കും. ഇതൊരു തലമുറയ്ക്കുള്ള ക്ഷേത്രമല്ല, ഏതെങ്കിലും തലമുറ അത് ശരിയാക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില പണി ചെയ്യുമ്പോഴേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു തലമുറയ്ക്ക് ഇത് നശിപ്പിക്കാൻ അവകാശമുണ്ടോ? നമുക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട, അവിടെ കിടന്നോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത തലമുറയ്ക്ക് അത് ചെയ്യാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഞങ്ങളുടെ നാട്ടിലൊരു ക്ഷേത്രത്തിൽ ഉപദേവതാ ക്ഷേത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ആചാര്യം അനുഭവിച്ചു, ഇതെന്താ ഞാൻ പറയുന്നതുകൊണ്ട് ഒന്ന് വിഷമം തോന്നരുത് കേട്ടോ എന്നുണ്ട്. ഞാനും ഉണ്ടായിരുന്നു കൂടെ. വിഷമം തോന്നരുതിട്ട് ഇതെന്താ കക്കൂസ് കെട്ടിയിരിക്കുക നിങ്ങളെന്ന് വെച്ചു. നിങ്ങളോട് ആരും ഇങ്ങനെ ക്ഷേത്രം കെട്ട്, അത് വഴിയില്ലാണ്. വഴിയില്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ, നിങ്ങളെന്തിനാ അടുത്ത തലമുറയുടെ വഴി മുടക്കണമെന്ന് വെച്ചു. വഴിയില്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ, നിങ്ങൾ ആരാണെങ്കിലും ഇത് ഏറ്റെടുക്ക് വൃത്തികേടാക്കാൻ പറഞ്ഞതെന്ന് വെച്ചു. ആ ചോദ്യം ഒരു സത്യമാണ്. കാരണം ഇനി വരുന്ന തലമുറകൾക്ക് അവരിലേക്ക് ഭക്തിയും വിശ്വാസവും കടത്തിവിടുക. മറ്റു ക്ഷേത്രങ്ങൾ അവർക്ക് പുനരുദ്ധരിക്കാൻ കഴിയും, പക്ഷെ അപ്പോഴേക്കും നശിപ്പിച്ചാലോ? എന്താ നമ്മൾ അവർക്ക് കൊടുക്കുക? ക്ഷേത്രഭൂമി മുഴുവൻ പോയി അല്ലേ? ആയിരക്കണക്കിന് ഏക്കർ കാട് വനനിയമം പറഞ്ഞു പോയി. നമുക്ക് ഭൂപരിഷ്കരണം പറഞ്ഞ് ഭൂമി. ഇപ്പോൾ തമിഴ്നാട്ടിൽ സനാതനധർമ്മത്തെ നശിപ്പിക്കാനാണ് ഭരണാധികാരികൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഡെങ്കി പോലെ, കൊറോണ പോലെ, പോലെ നിർമ്മാർജ്ജനം ചെയ്യണത്ര സനാതനധർമ്മത്തെ. ഒരു യുദ്ധമാണ് അവർ. പക്ഷേ അവരാണ് ഈ 45,000-ഓളം ക്ഷേത്രങ്ങൾ സനാതനധർമ്മത്തോട് യുദ്ധം ചെയ്യുന്നവരാണ്. 45 മധുര മീനാക്ഷി ക്ഷേത്രവും പഴനി ക്ഷേത്രവും തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ അടക്കമുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കണത് ആരാണ്? ഈ സനാതനധർമ്മത്തെ ഉന്മൂലനാശം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. അവരുടെ അടുത്ത് ഏകദേശം 5 ലക്ഷം ഹെക്ടർ, 4.78 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. ക്ഷേത്രഭൂമി കൈകാര്യം ചെയ്യുന്നത് ഈ രാഷ്ട്രീയക്കാരടങ്ങുന്ന HRNC. ഇവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. 2.6 കോടി സ്ക്വയർ ഫീറ്റ് കെട്ടിടമുണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ തമിഴ്നാട് മൊത്തം 2.6 കോടി സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ക്ഷേത്രങ്ങളെ, സനാതനധർമ്മത്തെ ഉന്മൂലനാശം ചെയ്യും എന്ന് പറഞ്ഞവർ. 29 കോടി സ്ക്വയർ ഫീറ്റ്. പട്ടണത്തിൽ അങ്ങനെയാണല്ലോ സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള സ്ഥലം പറയാം. നഗരഹൃദയങ്ങളിൽ 29 കോടി സ്ക്വയർ ഫീറ്റ് സ്ഥലം ദേവസ്വത്തിൻ്റേതായിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്നതാര്? ക്ഷേത്രം സനാതനധർമ്മം ഇല്ലാതാക്കും എന്ന് പറയുന്ന ഭരണകൂടം. ഇവിടെയാണ് നമുക്ക് ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന് പറയേണ്ടത്. കൃത്യമായി പ്ലാൻ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ആ നാട്ടിൽ അറിയപ്പെടുന്ന, നേരത്തെ പറഞ്ഞത് അവിടെ ഉള്ളിൽ രാഷ്ട്രീയം കണ്ടേക്കാം, പക്ഷെ രാഷ്ട്രീയം മുഖ്യധർമ്മമാകരുത് അവരുടെ.
രാഷ്ട്രീയം മുഖ്യധർമ്മമാകാത്തവർ, അത് അത്തരത്തിലുള്ളവർ, ഒരു വേദപണ്ഡിതനെങ്കിലും വേണ്ടേ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന, ക്ഷേത്രത്തെപ്പറ്റി അറിയുന്ന, അല്ലേ, അത്തരം ആളുകൾ വേണം. ക്ഷേത്ര കലാകാരന്മാർ വേണം. നാട്ടിലെ ഉന്നതമായ ഉദ്യോഗങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തവരായിരിക്കും. അവരുടെയൊക്കെ പ്രധാനത ഇപ്പോൾ ഈ 10 വർഷം രാഷ്ട്രീയം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞാൽ 30 വർഷം രാഷ്ട്രീയം ഉണ്ടാവരുത് എന്നൊന്നും കേരളത്തിൽ രക്ഷയൊന്നുമില്ല. എന്താണെന്നറിയാമോ? 30 വർഷം സർക്കാർ സർവീസിൽ ആർക്കും രാഷ്ട്രീയമില്ല. സർക്കാർ സർവീസിൽ രാഷ്ട്രീയം പാടില്ലല്ലോ. 30 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യം കാണിക്കാണ്ടാവില്ല. അങ്ങനെ കയറി ചെന്നാൽ മതി, ഇറങ്ങിയാൽ മതി, കൊടി പിടിച്ചാൽ മതി എന്നുണ്ടാവും നിൽക്കുക. അവർ അവിടെ കൊടി പിടിച്ചുകൊണ്ടാണ് നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് നിയമപരമായി അവർക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പല സർക്കാർ ഓഫീസിൽ ഞാൻ ഇലക്ഷൻ കാലത്ത് മുഴുവൻ മറ്റേ പോസ്റ്ററും ഇതൊക്കെ അവരുടെ മേശര കീഴെ കിടക്കുന്നുണ്ടാവും. മറ്റേ പിരിവ് പുസ്തകമൊക്കെ കാണും. പക്ഷേ പ്രത്യക്ഷത്തിൽ അവർക്ക് രാഷ്ട്രീയമില്ല. അവർക്ക് നിൽക്കാർക്കാ പോയത്. അപ്പോൾ അതിനുപരിയായി ഉന്നത ഉദ്യോഗങ്ങളിൽ നിന്നിരുന്ന്, അല്ലെ, റിട്ടയർ ചെയ്ത് കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ വേണം. ഇങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ, അവർ ഉൾപ്പെടുന്ന അതൊരു അപ്പെക്സ് ബോഡി മാത്രം, നയങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു അപ്പെക്സ് ബോഡി മാത്രം. ബാക്കി കാര്യങ്ങൾ അതാത് ക്ഷേത്രങ്ങളുടേതായ സംവിധാനം. ഇപ്പോൾ ദേവസ്വം ബോർഡ് വന്നതോടുകൂടി ഈ ക്ഷേത്രങ്ങളൊന്നും ഞങ്ങളുടെ അല്ല എന്ന് ഹൈന്ദവ സമൂഹത്തിനൊരു, ഇത് നമ്മുടെ അല്ല, ആരുടെയാണല്ലോ, ആ ഒരു അകൽച്ച, മമത പോയി, ഒരു അകൽച്ച വന്നു. ഇത് നമ്മുടേതാവണമെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ളവർ ബന്ധപ്പെടുക. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ പറഞ്ഞ ന്യായം, ശബരിമലയിൽ വരുമാനമില്ലേ, പിന്നെന്താ നിങ്ങൾക്ക് കൊടുത്താൽ? ശബരിമല കാടുകളിൽ പട്ടിണി കിടക്കുന്ന വനവാസികൾ, മറ്റേ പന്തളം രാജകുടുംബത്തിന് അധികാരമുള്ള കാലത്ത് തൊട്ട് അധികാരമുള്ള കാലത്ത് അവർ ഓണക്കോടിയും മറ്റേ അരിയും കൊടുത്തിരുന്നു ആദിവാസികൾക്ക്. ഈ ആദിവാസികളുടെ അവസ്ഥ ഞങ്ങളൊരിക്കൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരു മറ്റേ അവകാശ സംരക്ഷണ യാത്ര നടത്തിയിരുന്നു. ആ യാത്ര എത്തുമ്പോൾ ഓരോ താലൂക്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട സമുദായ സംഘടനാ നേതാക്കളെ വിളിക്കും. ഈ കൂട്ടത്തിൽ വനവാസി മൂപ്പനെ ക്ഷണിച്ചു ഞങ്ങൾ. തലപ്പാറ മൂപ്പനെയാണ് ക്ഷണിച്ചത്. ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ചെന്നൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആകെ ഒരു ചളിപ്പം തന്നെ, ഇട്ട് വരാൻ നല്ല വേഷമൊന്നുമില്ല. ഈ തലപ്പാറ മൂപ്പൻ്റെയാണ് ഈ മറ്റേ തിരുവാഭരണം പോണേൽ ഒരു പറ്റി തലപ്പാറ മൂപ്പൻ്റെ അത്ര അധികാരമുള്ളതാണ് ഈ തലപ്പാറ മൂപ്പൻ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധികാരമുള്ള ആളാണ് തലപ്പാറ മൂപ്പൻ. ഈ മലകൾ അദ്ദേഹത്തിൻ്റെയാണെന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഇട്ട് വരാൻ വേഷമില്ല. നമ്മളോട് പറഞ്ഞില്ല, മറ്റുള്ളവരോട് പറഞ്ഞു. എങ്ങനെ പോവുക, ഇട്ട് വരെ ഇട്ടൊന്നും മാറി എടുക്കാൻ വേഷമില്ല. എന്തിനാ പറയണത്? ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് ഹിന്ദു ഐക്യവേദിയവർ താലൂക്ക് സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്നു. ഇദ്ദേഹം അല്ല ശരിക്ക് അധികാരിയാവേണ്ടത്. അദ്ദേഹത്തിൻ്റെ മേലെ ഏട്ടന്മാരൊക്കെ ഉണ്ട്. ആ കുടുംബത്തിലെ 12 ആൾ മുസ്ലിമായി പോയിരിക്കുന്നു. എന്തിനാ? പട്ടിണിക്ക് പരിഹാരം കണ്ടിട്ട്. ആരെങ്കിലും അഡ്രസ്സ് ചെയ്തു? 12 പേര്. ഇദ്ദേഹം താരതമ്യേന ഇളമുറയിൽ നിൽക്കുന്ന ആളാണ്. ഇദ്ദേഹമാണ് ആയത്. കാരണം മേലുള്ളവരൊക്കെ പട്ടിണി കൊണ്ട് മാത്രം മതം മാറിപ്പോയതാണ്. ഇത്രയും വരുമാനം ഉണ്ടായിട്ട് അവിടെ കൊടുക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമാണ് അതിനവർ പറയാൻ വരുന്നത്. കാരണം ശബരിമലയുടെ വരുമാനം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റേ മലയാളപ്പുഴയുടെ വരുമാനം കൊണ്ടാണ് 1100 ക്ഷേത്രങ്ങൾ പരിപാലിച്ചത്. എന്തിനിങ്ങനെ പരിപാലിക്കണം? അത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. അവർക്കൊരു തിരി വെക്കാനേ പറ്റൂ, വെക്കട്ടെ. അവരൊരു തിരി വെക്കട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു ശതമാനമല്ലേ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൂ. അല്ലാത്തൊക്കെ നാട്ടുകാർ നടത്തണില്ലേ? ദേവസ്വം ബോർഡ് ക്ഷേത്രം വരുമ്പോൾ മാത്രം എന്താ നാട്ടുകാർക്ക് നടത്താൻ പറ്റാത്ത? ഒരു തിരി വെക്കാനേ പറ്റുള്ളൂ, പറ്റട്ടെ. ഒരു നറുക്കലയിൽ നേദ്യം വെക്കാനേ പറ്റുള്ളൂ, അവരത് ചെയ്യട്ടെ. അവർക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ രാഷ്ട്രീയ വിമുക്തമാക്കുന്നതിൻ്റെ ആദ്യത്തെ പടി ഇന്ന് സർക്കാർ വരുമാനമില്ല എന്ന് പറഞ്ഞ് അവർ തരം ഭിക്ഷക്കാരെ മാതിരി കാണുന്ന ക്ഷേത്രങ്ങളെ ആദ്യം മോചിപ്പിക്കട്ടെ അവർ. ആ ക്ഷേത്രങ്ങൾ അതാത് നാട്ടുകാർക്ക് കൊടുക്കാനുള്ള സംവിധാനം. എന്നാൽ തന്നെ കുറേ അപ്പോയിൻമെൻറ്റ് കുറയും. ഇപ്പോൾ ചക്കരക്കുളത്തിൽ കൈയിട്ടാൽ നക്കാൻ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണ് അതേമാതിരി തന്നെ നിർമ്മാണങ്ങളൊക്കെ അതാത് സ്ഥലത്തെ ആളുകൾ ചെയ്യട്ടെ കാര്യങ്ങൾ. ഒരു ക്ഷേത്രത്തിന് നിർമ്മാണ പ്രവർത്തകർ അതിൽ നിന്നുണ്ട് ഇഷ്ടം പോലെ കൈയിട്ട് വരാൻ. ഇങ്ങനെ വരുമ്പോൾ ഇത് പ്രാരബ്ധം മാത്രമാണെങ്കിൽ വേണ്ടാന്ന് അവർ പറയും. അങ്ങനെയുണ്ടല്ലോ, പലതരത്തിലുണ്ട്. ഒന്ന് നമുക്ക് തള്ളി പുറത്തേക്കാക്കാം, ഒരാളെ തള്ളി പുറത്ത്, മറ്റൊന്ന് അവർക്ക് മടുത്തിട്ട് ഇറങ്ങി പോവാം. ഇത് രണ്ടും പറ്റും. തള്ളി പുറത്തേക്കാം. കോഴിക്കോട്ടൊരു ക്ഷേത്രത്തിന് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. അവിടുത്തെ അമ്മമാരടക്കമുള്ളവർ തീരുമാനിച്ചു അമ്പലത്തിൽ പോവും, തുളസിയിലയോ അല്ലെങ്കിൽ കർപ്പൂര തട്ട് കത്തിച്ച് 4 പുറം നടക്കി ചന്ദനത്തിരി കത്തിച്ച് കഴിക്കും. ഒരു നയാ പൈസ ഭണ്ണാരത്തിലും ഇട്ടില്ല, ഒരു വഴിപാട് ഒരു കഴിച്ചതുമില്ല. കഷ്ടിച്ചൊരു കൊല്ലം കൊണ്ടുപോയി. പെങ്ങൾ എന്നെ എടുത്തോന്ന് പറഞ്ഞു. എടുത്താൽ എന്താ പറയല്ലേ, നിങ്ങൾ എന്നെ സാധനം തിരിച്ചെടുത്തോന്ന് പറഞ്ഞാൽ അമ്പലം തിരിച്ചു കൊടുത്തു പോയി അവർ, മലബാർ ദേവസ്വം ബോർഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒന്നുകിൽ അവർ ഇറങ്ങിപ്പോകുന്നൊരു സംവിധാനം ഉണ്ടാക്കുക. ചവിട്ടി പുറത്താക്കൽ ഒരു വഴിയാണ്, ഇറങ്ങിപ്പോക്ക് മറ്റൊരു വഴിയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രായോഗികമായ തലത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, മറ്റു നമുക്കൊരു ഉദാത്തമായൊരു ലക്ഷ്യമാണ് ഇതൊക്കെ കൂടി മോചിപ്പിക്കണം എന്നുള്ള. ഒറ്റയടിക്ക് ഒരു മാജിക് വാണ്ട് ചുഴറ്റിയിട്ട് ഇതൊക്കെ കൂടി ഇട്ടും എന്നിട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല. അപ്പം പ്രായോഗികമായ ചില തലങ്ങളിൽ നമ്മുടെ സമര ആവശ്യങ്ങൾ ചെയ്തുകൊണ്ട് അത് നടത്തി ഘട്ടം ഘട്ടമായിട്ട് ഈ തലം ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം. ഇപ്പം സാധാരണക്കാരൻ ഹൈന്ദവ സംഘടനകൾക്കല്ലേ ഈ ചൊറിച്ചിലൊക്കെ ഉള്ളൂ. സാധാരണ ആരായാലും എന്ത്, രാമനായാലും എന്ത്, രാവണനായാലും എന്ത്. എനിക്ക് അവിടെ പോയി നമ്മൾ പറഞ്ഞൊരു തമാശയുണ്ടല്ലോ, ഒത്തിരി ക്രൂരമായ തമാശയാണ്. ഒരു മുത്തശ്ശി ദിവസവും ഗുരുവായൂർ തൊഴുത്തറേ, എല്ലാവരും
എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത്. പേരക്കുട്ടീനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഗുരുവായൂർക്ക് വേണം പടിഞ്ഞാറ് നടറ ജംഗ്ഷനിൽ എത്തിയപ്പോൾ അയ്യോ മുത്തശ്ശി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ ബോംബ് വെച്ചിട്ടുണ്ടാകുന്നതാണ്. എൻ്റെ ഗുരുവായൂരപ്പാന്ന് പറഞ്ഞ് നെഞ്ഞത്തെ അടിയും കുടിച്ചിട്ട് കുട്ടിയെ വിളിച്ച് ഒറ്റ ഓട്ടം എങ്ങടാ ഓടണ വെച്ചു ബസ് സ്റ്റാൻഡിലേക്ക്. എന്തേന്ന് വെച്ചു ഇപ്പോൾ തൃപ്രയാർ ഒരു ബസ്സുണ്ട്, ഗുരുവായൂരപ്പനെ തൊഴിലെ തൃപ്രയാറപ്പനെ തൊഴാലോ വെച്ചിട്ട് അങ്ങോട്ട് വീണെന്നു. ഗുരുവായൂരപ്പനെ കിട്ടിയില്ലെങ്കിലും തൃപ്രയാർ രണ്ടും വിഷ്ണു ആണല്ലോ, ശ്രീരാമനാണല്ലോ, തൃപ്രയാറപ്പനെ തൊഴാനാണെന്ന് പറഞ്ഞ ആൾ പടിഞ്ഞാറ് നടക്കി ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ച് അടുത്ത ബസ്സിന് അന്ന് പടിഞ്ഞാറ് നട വഴിക്കാൻ ബസ്സുകളൊക്കെ തിരിഞ്ഞു പോയിരുന്നു. അപ്പോൾ ആദ്യത്തെ ബസ്സിൽ പിടിച്ച് തൃപ്രയാറപ്പ നട അടക്കണതിൻ്റെ അവിടെ എന്താണ് ഹിന്ദു. ഗുരുവായൂരപ്പൻ എന്ത് പറ്റിയാലും വേണ്ടില്ല, ഞാൻ അടുത്ത ആളെ പോയി പിടിക്കട്ടെ, എൻ്റെ ഡിമാൻഡ് അവിടെ പറയട്ടെ എന്ന് പറഞ്ഞ ഓർമ്മ ഹിന്ദുവിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇതൊക്കെ ഉന്തി കൊണ്ടുപോകണം. പക്ഷെ മോഹങ്ങളൊന്നും കുറയ്ക്കണ്ട, നമ്മളെ കൊണ്ട് കൂട്ടിയേ പറ്റും. അങ്ങാടിപ്പുറത്ത് തലത്തിൽ ആ ഒരു മഹാക്ഷേത്രം നമുക്ക് പടുത്തുയർത്താൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്താ പറ്റാത്തത്? ഭരണകൂട മുഷ്കിന് മുമ്പിലും ജിഹാദികൾക്ക് മുന്നിൽ നിന്നിട്ടല്ലേ അങ്ങാടിപ്പുറം തളിക്ഷേത്രം ഉയർന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ വെച്ചിട്ട് അവർക്ക് മുന്നിലല്ലേ നമ്മളിരിക്കണത്? നമുക്ക് എന്താ അസാധ്യമായിട്ടുള്ളത്? നമുക്ക് തുടങ്ങാം. ഇതൊരു തുടക്കമാവട്ടെ. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന വാർഷികത്തിൽ ഈ ചിന്ത ഇത് നമുക്ക് പങ്കുവെക്കാം. ആ ചിന്ത പങ്കുവെച്ചത് ആദ്യം പ്രചരണമാണ് വേണ്ടത്, അല്ലേ? പടിപടിയായി നമുക്കിതിനെ പരിഹാരം കാണാൻ സാധിക്കും. ഏതായാലും ഒരു കേന്ദ്രത്തിൽ നിന്നുകൊണ്ടുള്ളൊരു ഭരണം എന്നതിൽ നിന്ന് വിട്ടുകൊണ്ട് അതാത് തലങ്ങളിലേക്ക്, കാരണം ഓരോ ക്ഷേത്രവും വ്യത്യസ്തമാണ്, അതിൻ്റെ ആ വ്യത്യസ്തതകൾ പരിപാലിച്ചുകൊണ്ട് അതിനെ നടത്താൻ സാധിക്കണം. അങ്ങനെയൊക്കെയുള്ള നാളുകൾ ഉണ്ടാകട്ടെ. അതിന് നേതൃത്വം കൊടുക്കാൻ ക്ഷേത്ര ജീർണോദ്ധാരണത്തിന് നേതൃത്വം കൊടുത്ത ക്ഷേത്ര സംരക്ഷണ സമിതിക്ക്, കേരളത്തെ ഭക്തിയിലേക്ക് നയിച്ച ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കേരളത്തെ യുക്തിയിലേക്കും ശക്തിയിലേക്കും കൂടി നയിക്കാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നതോടൊപ്പം ഈ സംസ്ഥാന സമ്മേളനം ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് മുൻകൂർ ആശംസ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.